നമ്മൾ സൗദിയിലേക്ക് വിസിറ്റിന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സൗദിയിൽ വന്നാൽ നമ്മൾ ആദ്യത്തെ ഒരു ആഗ്രഹം ഒരു ഉംറ ചെയ്യണം അല്ലെങ്കിൽ മദീനത്തൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യണം എന്നാവില്ലേ. ഇനി അത് കഴിഞ്ഞ് ഫുഡിന്റെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സൗദിയിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള അൽബേക്കിൽ കയറിയിട്ട് അവിടുത്തെ ബ്രോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാവില്ലേ. മിഡിൽ ഈസ്റ്റിൽ തന്നെ സൗദി, UAE, ബഹ്റൈനിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന അൽബേക്കിന്റെ ഈ ശൃംഖല സൗദിയിൽ തന്നെ 300+ ഔട്ട്ലെറ്റ്സ് ആണ്ടാ ഇപ്പൊ അവർക്ക് കറന്റ് ഉള്ളത്. 2 മാസം കൂടുമ്പോൾ ഓരോ ഔട്ട്ലെറ്റ്സുകൾ പുതിയതായിട്ട് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയെന്നാ ഇവർ പറയുന്നത്. അപ്പൊ ഇത്രയും ഹൈപ്പുള്ള ചെയിന് പോലെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന അത്രയും റെസ്റ്റോറൻറ്റുകളുള്ള അൽബേക്കില് നാട്ടിലേക്ക് പോയിരുന്ന മുന്നേ നമ്മളും കഴിച്ചു നോക്കിയില്ലെങ്കിൽ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബ്രോസ്റ്റഡും അതേപോലെ ചിക്കൻ നഗറ്റ്സോട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇനി ബ്രോസ്റ്റഡ് ചിക്കൻ ആണെങ്കിൽ ഇത്രയൊക്കെ ഹൈപ്പിനുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. സാധാരണ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ബ്രോസ്റ്റ് എനിക്ക് തോന്നിയൊരു അഭിപ്രായം, ഞാനിവിടെ വന്നിട്ട് നമ്മളെ റൂമിൻ്റെ അടുത്തുനിന്ന് ഒരു ബ്രോസ്റ്റ് കഴിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇതിലാറെ ബെറ്റർ ആയിട്ട് തോന്നിയത് അവിടുത്തെ ഇതൊരു നോർമലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അവർ ചിക്കൻ നഗറ്റ്സ് അടിപൊളിയായിരുന്നു കേട്ടാ. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും, ഇങ്ങനെ അഡിക്റ്റ് ആവും. അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ സൗദിയിലേക്കൊക്കെ വിസിറ്റിന് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സൗദിയിലുള്ളവർ അൽബേക്ക് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കും, ഫീഡ്ബാക്ക് അറിയിക്കുക.